ഹലോ ഫ്രണ്ട്സ്, ഐ എം ജെനിജി. അപ്പം നമ്മൾ V1-ൻ്റെ ഉപയോഗം പഠിച്ചു കഴിഞ്ഞു. ടു ഗീവ് ഇൻസ്ട്രക്ഷൻസ് ആസ് വെൽ ആസ് ടു സേ അബൌട്ട് അവർ ഹാബിറ്റ്സ്. രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമ്മൾ V2-ലേക്ക് പോകാം. അപ്പോൾ V2-ലേക്ക് പോകുന്നതിന് മുമ്പ് V1, V2. ഇപ്പം ഗോ ഗോസ്, കം കംസ്, ഇങ്ങനെയാണല്ലോ V1 V2 വരുന്നത്. എസ് ചേർന്നെയാണ് V2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണ്. ഇവിടെ നമ്മൾ ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് V1-ഉം V2-ഉം തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് പോകാം. ഇംഗ്ലീഷിലും മലയാളത്തിലും നാമങ്ങൾക്ക്, അതായത് നൗൺസ്, 2 രൂപമുണ്ട്. സിംഗുലർ ആൻഡ് പ്ലൂരൽ, ഏകവചനവും ബഹുവചനവും. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ബോയ് ബോയ്സ്, ഗേൾ ഗേൾസ്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ആൺകുട്ടി ആൺകുട്ടികൾ, പെൺകുട്ടി പെൺകുട്ടികൾ, ഏകവചനവും ബഹുവചനവും ഉണ്ട്. എന്നാൽ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത, verbs have 2 forms, singular and plural. verbsന് ക്രിയകൾക്കുണ്ട് 2 രൂപം. അത് മലയാളത്തിലില്ല. ശ്രദ്ധിച്ചു നോക്ക്. ഗോ ഗോസ്, കം കംസ്, റീഡ് റീഡ്സ്. എസ് ചേർത്തിട്ട് ഒരു ഫോം ഉണ്ടാക്കുന്നുണ്ട്. മലയാളത്തിൽ പോകുന്നു പോകുന്നുകൾ, വരുന്നു വരുന്നുകൾ, അങ്ങനെ ഒരു ഫോം നമ്മൾ കേട്ടിട്ടില്ല, അങ്ങനെ ഇല്ല. പക്ഷെ ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കൂടിയുണ്ട്. ഒരു നൗണിൻ്റെ കൂടെ എസ് ചേരുമ്പോൾ, ബോയ് ബോയ്സ്, ആൺകുട്ടി ആൺകുട്ടികൾ, നൗണിൻ്റെ കൂടെ എസ് ചേർന്നപ്പോൾ എന്തായി? അതാണ് പ്ലൂരലായത്. അതേസമയം വെർബിൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. എസ് ചേരുമ്പോൾ അത് സിംഗുലറാണ്. അതായത് ഗോ ഗോസ്, ആ എസ് ചേർന്നതാണ് സിംഗുലർ. ഇപ്പം അടിസ്ഥാനപരമായ വ്യത്യാസം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ വേഗം മനസ്സിലാവും. നൗണിൻ്റെ കൂടെ എസ് ചേരുമ്പോൾ അത് പ്ലൂരൽ, വെർബിൻ്റെ കൂടെ എസ് ചേരുമ്പോൾ അത് സിംഗുലർ. അതേസമയം വേർബിന് സിംഗുലറും പ്ലൂറലും ഇംഗ്ലീഷിലേ ഉള്ളൂ, മലയാളത്തിലില്ല. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ കാര്യം, ഇത് സിംഗുലർ എന്ന പദം തുടങ്ങുന്ന എസ് ആണ്. സിംഗുലർ എസ് കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പം എസ്സിൽ അവസാനിക്കുന്ന വേർബുകളെയാണ് നമ്മൾ സിംഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കിനി തിരിച്ചു പറയാൻ പറ്റും. ഗോ ഗോസിൽ ഏതാ സിംഗുലർ? ഗോ ഗോസ്, എസ്സിൽ അവസാനിക്കുന്ന ഗോസ് ആണ്. അപ്പം ഗോസ് സിംഗുലർ ആണ്. കം കംസ്, കം സിംഗുലർ ആണ്. റീഡ് റീഡ്സ്, റീഡ് സിംഗുലർ ആണ്. മറ്റേത് പ്ലൂരലാണ്. ഇത്രയും ക്ലിയറായി. അപ്പം ഇനി ഞാൻ പറയുന്നതിലെ സിംഗുലറും, അപ്പം ഇത് നമ്മൾ നേരത്തെ പഠിച്ച 11 വേർബുകളിലും, അതായത് ഓക്സിലറി വേർബിലും സിംഗുലറും പ്ലൂരലും ഉണ്ട്. ഡു ഡസ്, ഡു ഡസ്, അതിലേതായിരിക്കും സിംഗുലർ? എസ്സിൽ അവസാനിച്ചിരിക്കുന്ന ഡസ്. അതുപോലെ തന്നെ ഹാവ് ഹാസ്, സിംഗുലർ ഏതാ? HAS, ഹാസ് ആണ്. ഹാവ് പ്ലൂറലാണ്, ഡു പ്ലൂറലാണ്. ഇനി വോസ് വേർ, WAS വോസ്, WERE വേർ, ആയിരുന്നു എന്നർത്ഥത്തിൽ 2 വേർബുണ്ട്. അപ്പം അതിലേതാ സിംഗുലർ? WAS വോസ്. ഇനി ഈസ്, ആം, ആർ, ഈസ്, ആം, ആർ, ആകുന്നു എന്ന അർത്ഥത്തിൽ 3 പദങ്ങളുണ്ട്. ഏതാണ് സിംഗുലർ? IS, ഈസ് ആണ്. ARE, ആർ പ്ലൂറലാണ്. അതിൽ വരുന്ന ആം ന്യൂട്രലാണ്. സിംഗുലർ അല്ല, പ്ലൂറലല്ല. അതൊരിക്കലും, അത് എല്ലായ്പ്പോഴും ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് ന്യൂട്രൽ എന്നാണ് വിളിക്കുക. ക്ലിയർ? അപ്പം നമുക്ക് ഈ വേർബുകൾ ഇപ്പോൾ കണ്ടാൽ സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് തിരിച്ചറിയാം. എസ്സിൽ അവസാനിക്കുന്ന വേർബുകൾ സിംഗുലർ ആയിരിക്കും, മറ്റേത് പ്ലൂരൽ ആയിരിക്കും എന്ന് മനസ്സിലായി. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഇംഗ്ലീഷിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ റൂളാണ്. വെൻ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, ദ വേർബ് ഈസ് സിംഗുലർ. വെൻ ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ, ദ വേർബ് ഈസ് പ്ലൂരൽ. ഇത് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകതയാണ്. അതായത് സബ്ജക്റ്റ്, കർത്താവ്, അത് ഏകവചനമാണെങ്കിൽ വേർബും ഏകവചനമായിരിക്കണം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർബും പ്ലൂരലായി. ഇങ്ങനത്തെ നിയമമൊന്നും മലയാളത്തിലില്ല. അപ്പോൾ ഇംഗ്ലീഷും മലയാളം തമ്മിലൊരു വ്യത്യാസം ഞാൻ പറയുന്നത്. സോ എ ബോയ് ഗോസ്, കാരണം എ ബോയ് സിംഗുലർ ആണ്, എസ്സിൽ അവസാനിക്കുന്ന ഗോസ് ആണ് സിംഗുലർ. സോ എ ബോയ് ഗോസ്. ബോയ്സ് ഗോ, ബോയ്സ് ആൺകുട്ടികൾ, രണ്ടും ആൺകുട്ടി പോകുന്നു ആൺകുട്ടികൾ പോകുന്നതാണ്. എ ബോയ് ഗോസ്, ബോയ്സ് ഗോ. അതുപോലെ തന്നെയാണ് കംസ്, എ ബോയ് കംസ്, ബോയ്സ് കം. എ ബോയ് റീഡ്സ്, ബോയ്സ് റീഡ്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും, സിംഗുലറും പ്ലൂരലും. വെൻ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, ദ വേർബ് ഈസ് സിംഗുലർ. വെൻ ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ, ദ വേർബ് ഈസ് പ്ലൂരൽ. ക്ലിയർ? ഇതിന് 2 എക്സെപ്ഷൻ ഉണ്ട്. ഒന്ന് യു, കൺഫ്യൂഷനൊന്നും ആവണ്ട. യു നേരത്തെ നമ്മൾ പഠിച്ചു, അത് സിംഗുലറുമാണ് പ്ലൂരലുമാണ്. നീ എന്നും അർത്ഥമുണ്ട്, നിങ്ങൾ എന്നും അർത്ഥമുണ്ട്. എന്തായാലും യു കഴിഞ്ഞാൽ പ്ലൂരൽ വേർബുകൾ മാത്രമേ വരുള്ളൂ. യു കം, യു റീഡ്, യു സീ, then you see you are,
യു വേർ, യു ഹാവ്, യു ഡു. ആ പ്ലൂറൽ വെർബുകളെ ഇതിലൊക്കെ വരുള്ളൂ. ഇനിയുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഐ എന്ന പദം. ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. അത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത ആയതുകൊണ്ട് ഒന്ന് മനസ്സിരുത്തിയാൽ മതി. ഇത് വലിയ കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. ഐ മീൻസ് ഞാൻ, ഒരാളേ ഉള്ളൂ. അത് സിംഗുലർ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ബട്ട് ആഫ്റ്റർ ഐ ഓൺലി വൺ സിംഗുലർ വേർബ് ഈസ് യൂസ്. സിംഗുലർ വേർബായിട്ടുള്ള ഒന്ന് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഐ കഴിഞ്ഞാൽ. അത് ഏതാണെന്നറിയോ? WAS, വോസ്. വോസ് വേർ വരും. ആയിരുന്നു. വോസ് ആണ്, വാസ് അല്ല, വോസ്. അപ്പം വോസ് വേറിൽ ഐ വാസ് അറ്റ് കാലിക്കറ്റ്, ഐ വാസ് അറ്റ് ബോംബെ. നമ്മളെപ്പോഴും പറയുന്നത് ആയിരുന്നു, ഞാൻ ബോംബെയിലായിരുന്നു, കോഴിക്കോടായിരുന്നു എന്നൊക്കെ അർത്ഥത്തിൽ വരുമ്പോൾ ഐ വാസ് അറ്റ് ഹോം, ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ ഐ വേർ അല്ല അവിടെ ഉപയോഗിക്കുക, ഐ വാസ് ആണ്. അപ്പം ഐ കഴിഞ്ഞ് സിംഗുലർ വേർബ് വരുന്ന ഒരേ ഒരു സന്ദർഭം WAS, വോസ് വരുമ്പോഴാണ്, ഐ വാസ്. ഇനി ഒരേ ഒരു സ്ഥലത്ത് ഐ കഴിഞ്ഞാൽ ന്യൂട്രൽ വേർബ് ഉപയോഗിക്കും. അത് നേരത്തെ കണ്ടു. ഈസ്, ആറിൽ ഈസ് സിംഗുലറും ആറ് പ്ലൂരലുമാണ്. ആണ് ന്യൂട്രൽ. അപ്പോൾ അതുകൊണ്ട് അവിടെ അയാം ഉപയോഗിക്കും. നമ്മൾ നേരത്തെ പഠിക്കുന്നുണ്ട്. സോ അയാം. അപ്പം ഐ കഴിഞ്ഞ് ഒരേ ഒരു സ്ഥലത്ത് സിംഗുലർ വോസ്, ഒരേ ഒരു സ്ഥലത്ത് ന്യൂട്രൽ ആം, രണ്ടെണ്ണമായി. ബാക്കി എല്ലായിടത്തും ഐ കഴിഞ്ഞാൽ പ്ലൂരൽ ഫോം വരണം. അപ്പം ഐ ഗോ വേണോ, ഗോസ് വേണോ? ഏതാ പ്ലൂരൽ? ജിയോ, ഗോയാണ്. മറ്റേ സിംഗുലർ ആണ്, എസ്സിൽ അവസാനിച്ചു. സോ ഐ ഗോ, ഐ കം, ഐ റീഡ്. നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ നോക്കും, ഡു വേണോ, ഡസ് വേണോ? പ്ലൂരൽ ഉപയോഗിക്കുക, ഐ ഡു. ഇനി ഹാവ് വേണോ, ഹാസ് വേണോ? ഐ ഹാവ്. കണ്ടില്ലേ? സോ ഐ ഹാവ്, ഐ ഡു, ഐ ഗോ, ഇങ്ങനെ പോകുന്നു. അപ്പം ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ ഐ ആം, I was, I have, I do, then I go, I read, I write. ഇങ്ങനെ പ്ലൂറൽ ഫോം ഉപയോഗിക്കുന്നത്. ഇത് ഐഡിയാണ്. ബാക്കി എല്ലാ കേസിലും സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർബും പ്ലൂരൽ. ഇനി നമ്മൾ ഈ പഠിച്ചത് മുഴുവനും നോക്കുകയാണെങ്കിൽ അത് ക്ലിയർ ആവും. ഐ ഗോ, യു ഗോ, വി ഗോ, they go. He goes, she goes, it goes, Sabu goes. ക്ലിയർ അല്ലേ? അവിടെ എല്ലാം സിംഗുലർ വന്നപ്പം V2 ഉപയോഗിച്ചു, ബാക്കിയുള്ളിടത്ത് V1 ഉപയോഗിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ള ഈ സിംഗുലറും പ്ലൂരലും തമ്മിലുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു വർക്ക് നിങ്ങൾക്ക് തരാം, ഒന്ന് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇത് ഇവിടെ ബ്രാക്കറ്റ് തന്നതിന് ഏറ്റവും സൂട്ടബിൾ തിരഞ്ഞെടുക്കാനാണ്. ഐ ഡാഷ് അറ്റ് ഹോം, ഞാൻ വീട്ടിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ഡാഷ് അറ്റ് ഹോം, ബ്രാക്കറ്റിൽ ഈസ്, ആം, ആർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അറിയാം. യു ഡാഷ് ടോൾ, നിങ്ങൾ പൊക്കമുള്ള ആളാണ്, ബ്രാക്കറ്റിൽ ഈസ്, ആം, ആർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഐ ഡാഷ് അറ്റ് കണ്ണൂർ, ഞാൻ കണ്ണൂരിലായിരുന്നു, വോസും വേറും കൊടുത്തിട്ടുണ്ട്. യു ഡാഷ് അറ്റ് കൊച്ചി, നീ കൊച്ചിയിലായിരുന്നു, അവിടെയും വോസും വേറും കൊടുത്തിട്ടുണ്ട്. ഐ ഡാഷ് എ ബൈക്ക്, ഹാവും ഹാസും കൊടുത്തിട്ടുണ്ട്. ഐ ഡാഷ് എ ബൈക്ക്, എനിക്കൊരു ബൈക്കുണ്ട്. ദെൻ ഐ ഡാഷ് മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഐ ഡാഷ് മൈ വർക്ക്, ഡൂ, ഡസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റൂൾസ് ഒന്നുകൂടി ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സ്, ഐ ഹോപ്പ് you have understood everything. Thank you very much for watching this video. Bye.